ഇടതുപക്ഷം ഹൃദയപക്ഷ നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ, ഇന്ന് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ 105-ാം വാർഷികം ആണ്. എല്ലാ സഖാക്കൾക്കും ആദ്യമേ തന്നെ വാർഷിക ആശംസകൾ നേരുന്നു. സഖാക്കളെ, ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ അതിജീവനത്തെ എല്ലാം അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു 3 ഘട്ടങ്ങളായിട്ട് 3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ആണ് നടത്തുന്നത്. അത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1920 മുമ്പ്, അതായത് നമ്മുടെ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള 1900, കൃത്യമായി പറഞ്ഞാൽ 1920 ഒക്ടോബർ 17 മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടം, ഒരവസ്ഥ. രണ്ടാമത്തത് 1920 ഒക്ടോബർ 17 മുതൽക്ക് 1964 വരെയുള്ള ഒരു കാലഘട്ടം. 1964 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPIM രൂപീകൃതമാകുന്ന ആ സമയം, ആ വർഷം, അതുവരെയുള്ള ആ ഒരു കാലഘട്ടവും 1964 ശേഷം ഉള്ള ഒരു കാലഘട്ടവും എന്നുള്ള രീതിയിലുള്ളൊരു അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. 1920 മുമ്പ് വരെ എന്ന് പറയുമ്പോൾ മാർക്സിസം വിപ്ലവകാരികളെ സ്വാധീനിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരെ സ്വാധീനിച്ച് ലോക വിമോചനത്തിൻ്റെ ഒരു മാർഗരേഖയായിട്ട് വന്ന ഒരു കാലഘട്ടമാണ് ഈ 1920 മുമ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു 1920 കൂടിയിട്ടാണ് അത് ഒരു മാർക്സിസം എന്നുള്ളത് ഒരു മാർഗരേഖയായിട്ട് വരുന്നത് എന്ന് പറയാം. കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് എംഗൽസിൻ്റെയും ഒക്കെ ഒത്തുചേരൽ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ദൃഢതയും നൽകി. ഈ ഒരു വളർച്ചയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വളർച്ചയ്ക്ക് എല്ലാം പ്രചോദനമായിട്ടുള്ള 2 പ്രധാന ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും 2 മൂലധനവും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വർഗസമരത്തിൻ്റെ ചരിത്രപരവും കാലികവുമായിട്ടുള്ള ചിത്രീകരണവും മുതലാളിത്ത കുഴപ്പങ്ങളെയും കമ്മ്യൂണിസത്തിൻ്റെ ഭാവി രൂപങ്ങളെ സംബന്ധിച്ച പ്രവചനങ്ങളെയും അവതരിപ്പിക്കുമ്പോൾ, മൂലധനം കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനമായ സാമ്പത്തിക തത്വങ്ങളെ വിശദീകരിക്കുന്നു. 1920 മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ലോകവ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുന്ന ഈ സമയകാലത്ത് ഉണ്ടായിട്ടുള്ള 2 പ്രധാന സംഭവങ്ങളാണ്. ഒന്ന് 1871 പാരീസ് കമ്മ്യൂണും 1917 ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന റഷ്യൻ വിപ്ലവവും. പാരീസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഫ്രാൻസിലെ യാഥാസ്ഥിക ഭരണകൂടത്തിനെതിരെയുള്ള ഒരു കലാപമായിരുന്നു പാരീസ് കമ്മ്യൂൺ. അതിന് പശ്ചാത്തലമായത് ഫ്രാൻസ് ജർമ്മനി യുദ്ധത്തിലുള്ള ഫ്രാൻസിൻ്റെ പരാജയവും നെപ്പോളിയൻ മൂന്നാമൻ്റെ സാമ്രാജ്യത്വ തകർച്ചയും ആണ് എന്ന് പറയാം. 1917 മഹാനായ ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച് വിപ്ലവത്തിലൂടെ തൊഴിലാളി വർഗ സർക്കാർ അധികാരത്തിൽ വന്നു. ലോകമാകെയുള്ള തൊഴിലാളി വർഗത്തെ അത് ആവേശഭരിതരാക്കി. അതിൻ്റെ തുടർച്ചയായി വിവിധ രാജ്യങ്ങളിൽ സമരമുന്നേറ്റങ്ങൾ ഉണ്ടായി. ജർമ്മനി, പോളണ്ട്, ഉത്തര കൊറിയ, ചൈന, ക്യൂബ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജനമുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്സിസം ഒരു ജനതയുടെ വിമോചന സ്വപ്നങ്ങളെ കൂടുതൽ വിശാലമാക്കി യാന്ത്രികമായ പഠന പ്രവർത്തനങ്ങൾക്ക് അത് ജൈവികമായിട്ടുള്ള കരുത്തേകി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചൂഷണത്തിനെതിരായ സമരപ്രസ്ഥാനങ്ങളെ മാർക്സിയൻ ചിന്താ പദ്ധതി കൂടുതൽ ചടുലമാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചൂഷിതരുടെ ശബ്ദമായി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മാർക്സിസ്റ്റ് ദർശനം വളരെ വിപുലമായി സ്വാധീനം ചെലുത്തി ജനകീയ സമരങ്ങൾക്ക് അടിത്തറ പാകി.
അക്കൂട്ടത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവകാരികളുടെ ഇടയിലും മാർക്സിസ്റ്റ് സ്വാധീനം പിടിമുറക്കി എന്ന് പറയാം. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് മാർക്സിസ്റ്റ് ചിന്തകളുടെ സ്വാധീനവും വന്നത്. ഇതിലേക്ക് നയിച്ചതാകട്ടെ 1917 റഷ്യൻ വിപ്ലവവും. അതായത് റഷ്യൻ വിപ്ലവം വളരെ അധികം ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്, വിപ്ലവ ആശയക്കാർക്ക് സ്വാധീനം ഉണ്ടാക്കപ്പെട്ട ഒരു സംഭവമായി മാറി എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഭരണത്തിനെതിരെ എങ്ങനെ പടപൊരുതാം, എങ്ങനെ ആ ഭരണത്തെ നശിപ്പിച്ച് പുതിയ ഒരു ലോകം സൃഷ്ടിക്കാം എന്നതായിരുന്നു ഇന്ത്യൻ വിപ്ലവകാരികളുടെ ചിന്തകൾ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് കണ്ടത്. നമുക്കറിയാം, റഷ്യൻ വിപ്ലവം നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ വിപ്ലവത്തിൽ ആകൃഷ്ടരായ പ്രവർത്തകർ, അല്ലെങ്കിൽ നമ്മുടെ വിപ്ലവ പരിപാടികളിൽ, വിപ്ലവ മുന്നേറ്റങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള പ്രവർത്തകരെല്ലാം റഷ്യൻ വിപ്ലവത്തിന് ശേഷം പുതിയതായി രൂപം കൊണ്ട സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു. അവരുടെ പ്രവർത്തനങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഒരു മാതൃകയായി മാറി. സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസ്റ്റ് ചിന്തകളെയും പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും കുറിപ്പുകളും തയ്യാറാക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. സഖാക്കളെ, 1920 വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശേഷം വരുന്ന രണ്ടാമത്തെ ഘട്ടം പാർട്ടി രൂപീകരണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1920 ഒക്ടോബർ 17 താഷ്കന്റിൽ വെച്ചാണ്. പ്രസ്തുത യോഗത്തിൽ 7 ആളുകളാണ് പങ്കെടുത്തത്. ആ പങ്കെടുത്ത സഖാക്കൾ സഖാവ് M.N. റോയ്, എവ്ലിൻ ടെൻറോയ്, A.N. മുഖർജി, റോസ ഫിറ്റിംഗോ, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ് സിദ്ദീഖി, MPBT ആചാര്യ തുടങ്ങിയ 7 സഖാക്കളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന M.N. റോയിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആ യോഗം നടന്നത്. ആ യോഗത്തിൽ സഖാവ് മുഹമ്മദ് ഷഫീഖിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന്, താഷ്കന്റിൽ വെച്ച് നടന്ന രൂപീകരണത്തിന് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. 1921 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മാനിഫെസ്റ്റോകൾ വിതരണം ചെയ്തിരുന്നു. 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഹമ്മദാബാദ് സമ്മേളനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം പരാജയപ്പെട്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കോൺഗ്രസിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു തെളിവായി അതിനെ കണക്കാക്കപ്പെട്ടു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടു തുടങ്ങിയെന്ന് പറയാം. S.A. ഡാംഗെയും S.V. ഘാട്ടയും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ബോംബെ ഗ്രൂപ്പ് അതിനൊരു ഉദാഹരണമാണ്. അതുകൂടാതെ ബനാറസ്, ലാഹോർ, കൽക്കത്ത, മദ്രാസ് എന്നിവിടങ്ങളിലും ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു. മറ്റൊന്ന് പറയാനുള്ളത് 1920 കാലഘട്ടത്തിലാണ് തൊഴിലാളി വർഗ സംഘടനയായിട്ടുള്ള AITUC രൂപീകൃതമായത് എന്നുകൂടി ഇവിടെ ചേർത്ത് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പ്രചാരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ബ്രിട്ടീഷ് സർക്കാരിനെ പരിഭ്രാന്തരാക്കി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി ഗൂഢാലോചന കേസുകൾ വന്നു. കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി നിരവധി കള്ളക്കേസുകൾ ഉണ്ടാക്കി. അക്കൂട്ടത്തിൽ ആദ്യത്തെ ഗൂഢാലോചന കേസാണ് പെഷവാർ ഗൂഢാലോചന കേസ്. പെഷവാർ ഗൂഢാലോചന കേസിൽ അറസ്റ്റും വിചാരണയും ജനശ്രദ്ധയിൽ വരാതിരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഒരു ഘട്ടത്തിൽ വരെ വൻ വിജയമായിരുന്നു. എന്നാൽ മുസാഫർ അഹമ്മദിൻ്റെയും മറ്റും ശ്രമഫലമായി 1926 ശേഷം പെഷവാർ ഗൂഢാലോചന കേസ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാൺപൂർ ഗൂഢാലോചന കേസ്. ജനശ്രദ്ധ ആകർഷിക്കുന്നതിനെ തടയുന്നതിൽ ബ്രിട്ടീഷ് സർക്കാർ പരാജയപ്പെട്ട കേസായിരുന്നു ഇത്. ജയിലടയ്ക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ സഹായിക്കുന്നതിന് പലരും രംഗത്ത് വന്നു. മറ്റൊരു ഗൂഢാലോചന കേസ് മീററ്റ് ഗൂഢാലോചന കേസാണ്. കമ്മ്യൂണിസ്റ്റുകാരെ
ഒറ്റപ്പെടുത്താനും പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കാനും കെട്ടിച്ചമച്ചതായിരുന്നു മീററ്റ് ഗൂഢാലോചന കേസ്. 1929 അതിപ്രമുഖരായിട്ടുള്ള 31 കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഡാങ്കെ ഒഴികെയുള്ള സഖാക്കൾ കോടതിയിൽ നടത്തിയ പ്രഖ്യാപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനുള്ള രേഖയായി. മീററ്റ് സഖാക്കളുടെ പൊതുപ്രസ്താവന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ വിശദീകരണമായിരുന്നു. അത് വിവിധ വിപ്ലവ സംഘടനകളിലെ അംഗങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധം വയ്ക്കാൻ പ്രേരിപ്പിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗും സഖാക്കളും തൂക്കിലേറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവരിലും കാണാൻ സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിപ്ലവകാരികൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയെന്ന് പറഞ്ഞുവല്ലോ. 1922 രഞ്ജോദാസ് ഭുവൻ ലോക്വാല പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് ഇന്ത്യയിലെ ആദ്യ പ്രസിദ്ധീകരണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ആദ്യ പ്രസിദ്ധീകരണം വരുന്നത് ഇതാണ്. 1926 സൗമ്യേന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായിട്ട് മൊഴിമാറ്റം നൽകി വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പുസ്തകം എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വർക്ക് എന്ന് പറയാം. പിന്നീട് പല ഭാഷകളിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പരിഭാഷകൾ വന്നു. ആദ്യ മലയാള പരിഭാഷ 1932 പ്രസിദ്ധീകരിച്ച ഇടപ്പള്ളി കരുണാകര മേനോൻ്റേത് ആയിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്ത പ്രചരിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ചില പ്രസിദ്ധീകരണങ്ങളെ പറ്റി പറയുമ്പോൾ 1922 മെയ് 15 ബെർലിനിൽ നിന്നും MN റോയിയുടെ മുൻകൈയിൽ ആരംഭിച്ച വാൻഗാർഡ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ദിനപത്രം ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. റോയിയുടെ തന്നെ നേതൃത്വത്തിൽ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട അഡ്വാൻസ് ഗാർഡ്, ലാഹോറിൽ നിന്ന് ആരംഭിച്ച ഇൻക്വിലാബ്, ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ്, കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച ബംഗാളി പത്രം ഗണവാണി, മദ്രാസിൽ നിന്ന് ആരംഭിച്ച ലേബർ കിസാൻ ഗസറ്റ് തുടങ്ങിയവയെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് തത്വത്തിൽ ഊന്നി തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിന് സഹായകരമായി വാർത്തകളും മറ്റും പ്രചരിപ്പിച്ച പത്രങ്ങൾ ആയിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം 1933 പാർട്ടിയുടെ താൽക്കാലിക കേന്ദ്ര കമ്മിറ്റി രൂപീകരണം ഉണ്ടായത്. 1934 പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ അഫിലിയേറ്റ് ചെയ്തതായി പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാപനം ബ്രിട്ടീഷുകാരെയും ചൂഷകവർഗത്തെയും അടിമുടി ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 1934 ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. കൊളോണിയൽ പ്രശ്നങ്ങളോടുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നിലപാട് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത് സ്വാധീനിച്ചു. 1930കളുടെ അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷ സ്വാധീനം പൊതുവിൽ എല്ലായിടത്തും ശക്തമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിക്കപ്പെട്ടു. അന്നേ വർഷം തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന AISF രൂപീകരിക്കപ്പെട്ടു. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും പിന്തുണയിൽ സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ആണ് ആദ്യ പാർട്ടി കോൺഗ്രസ് നടന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുദ്ധത്തിന് എതിരായിരുന്നുവെങ്കിലും പിന്നീട് ഫാസിസ്റ്റുകൾക്കെതിരായ ലോകവ്യാപകമായി ഉയർന്നു വന്ന മുന്നണിയുടെ ഭാഗമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി. 1943 മെയ് 23 മുതൽ ജൂൺ 1 വരെയായിരുന്നു ആദ്യ പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ ചേർന്നത്. ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് സ്വതന്ത്ര ഇന്ത്യ സൃഷ്ടിക്കാൻ പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. 1946 അവസാനത്തെ അടി എന്ന പ്രമേയം പാർട്ടി അംഗീകരിച്ചു. മലബാറിലെ കർഷക സമരങ്ങൾ,
പുന്നപ്ര വയലാർ സമരം, തെലങ്കാന സമരം, തേഭാഗ സമരം, ഗിരിവർഗക്കാരുടെ സമരം, ആസാമിലെ സുർമാവാലിയിലെ സമരം, ഇതിനെല്ലാം പാർട്ടി നേതൃത്വം നൽകി. കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം പാർട്ടി ശക്തമായി ഉയർത്തി. രണ്ടാം പാർട്ടി കോൺഗ്രസ് 1948 ഫെബ്രുവരിയിൽ കൊൽക്കത്തയിൽ ചേർന്നു. രണ്ടാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നയം പാർട്ടിക്ക് മുന്നിൽ പല നിലയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി 1950 പാർട്ടി കേന്ദ്ര കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ വ്യക്തത വരുത്തി പാർട്ടി പരിപാടി രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യൻ പാർട്ടി നേതൃത്വം സോവിയറ്റ് പാർട്ടി നേതൃത്വവുമായി ചർച്ച നടത്തുകയുണ്ടായി. സ്റ്റാലിനിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു. അത്തരത്തിലുള്ള ചർച്ചകളുടെ ഫലമാണ് 1951 ഒക്ടോബറിൽ നടന്ന വിശേഷാൽ സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ട കരട് പരിപാടിയും നയപ്രഖ്യാപന രേഖയും. 1953 മധുരയിൽ ചേർന്ന മൂന്നാം കോൺഗ്രസ് വിശേഷാൽ സമ്മേളനം അംഗീകരിച്ച നിലപാടുകൾ പിന്തുടർന്നെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കാൻ സാധിച്ചില്ല. 1956 പാലക്കാട് ചേർന്ന നാലാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയുടെ കരട് പ്രമേയത്തിന് പുറമെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു വിഭാഗം ബദൽ കരട് രേഖയും മുന്നോട്ട് വെച്ച സെൻട്രൽ കമ്മിറ്റിയുടെ പ്രമേയം വർഗസഹകരണവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ബദലായി അവതരിപ്പിക്കപ്പെട്ട കരട് പ്രമേയമാകട്ടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാടനുസരിച്ചാണ് എന്ന് വിലയിരുത്താനാകില്ലെന്നും പിന്നീട് വിലയിരുത്തപ്പെട്ടു. 1957 തിരഞ്ഞെടുപ്പിലൂടെ ലോകത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ നിലവിൽ വന്നു. 1958 അഞ്ചാം പാർട്ടി കോൺഗ്രസ് ജലന്ധറിൽ നടന്നു. 59 ജനാധിപത്യ വിരുദ്ധമായി നെഹ്റു സർക്കാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അത് കോൺഗ്രസിനോടുള്ള സമീപനം സംബന്ധിച്ച ചർച്ചയ്ക്ക് ശക്തി വർദ്ധിപ്പിച്ചു. 1959 ഡാങ്കെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് നടത്തിയ കുറിപ്പിൽ കോൺഗ്രസിന് പിന്തുണ നൽകണമെന്ന് വാദിക്കുകയുണ്ടായി. 1961 ആറാം പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ ചേർന്നു. അജയ് ഘോഷ് ജനറൽ സെക്രട്ടറിയായി. അജയ് ഘോഷിന്റെ മരണത്തിന് ശേഷം 1962 പാർട്ടി ജനറൽ സെക്രട്ടറിയായി സഖാവ് EMSനെ തിരഞ്ഞെടുത്തു. എന്നാൽ വലതുപക്ഷ വിഭാഗത്തിന്റെ ഇടപെടലുകൾ കാരണം പാർട്ടി ഭരണഘടനയിലില്ലാത്ത ചെയർമാൻ എന്ന പുതിയൊരു പദവി കൂടി സൃഷ്ടിക്കപ്പെടുന്ന നിലയുണ്ടായി. അങ്ങനെയാണ് SA ഡാങ്കെ പാർട്ടി ചെയർമാൻ ആയത്. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ഡാങ്കെയിസ്റ്റുകൾ പല വിധേന ശ്രമിച്ചു. വർഗസമരം എന്നതിന് പകരമായി വർഗ സഹകരണം എന്ന തികച്ചും മാർക്സിസ്റ്റ് വിരുദ്ധമായ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാനായിരുന്നു ഡാങ്കെയിസ്റ്റുകളുടെ ശ്രമം. 1963 ഫെബ്രുവരിയിൽ EMS പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. 1964 ഏപ്രിലിൽ നാഷണൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് 32 സഖാക്കൾ ഇറങ്ങി വന്നു. അവരുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ തെന്നാലിയിൽ വെച്ച് യോഗം ചേരുകയും ഏഴാം പാർട്ടി കോൺഗ്രസ് വിളിച്ചു കൂടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഏഴാം പാർട്ടി കോൺഗ്രസ് വിളിച്ചുകൂട്ടാനും തീരുമാനിച്ചു. കൊൽക്കത്തയിൽ 1964 CPIM ഏഴാം പാർട്ടി കോൺഗ്രസ് ചേരുകയും റിവിഷനിസ്റ്റുകളുമായുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു. ജനകീയ ജനാധിപത്യ വിപ്ലവ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി ഏഴാം കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു. CPIM രൂപീകൃതമായത് ഏഴാം പാർട്ടി കോൺഗ്രസിലാണ് എന്ന് പറയാം. CPIMന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി സഖാവ് P. സുന്ദരയ്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പ്രഭാഷണത്തിൽ മൂന്നാമത്തെ ഭാഗം, അതായത് 1964 മുതൽ ഈ ഒരു സമയം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റിയും കൂടി ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പാർട്ടി രൂപീകരണത്തിന് ശേഷം, CPIMന്റെ രൂപീകരണത്തിന് ശേഷം പാർട്ടി നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇടതുപക്ഷ സാഹസികതയായിരുന്നു. CPIMനെതിരെ രൂക്ഷമായ വിമർശനമാണ് ചൈനീസ് പാർട്ടി മുന്നോട്ട് വച്ചത്. അതിനെല്ലാം തന്നെ പാർട്ടി മറുപടി പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് എട്ടാം പാർട്ടി കോൺഗ്രസ് കൊച്ചിയിൽ ചേർന്നത്. അതിനുശേഷം 1970 തൊഴിലാളി വർഗ സംഘടനയായ CITU രൂപീകൃതമായി.
വർഗസഹകരണത്തിന്റെ കുറ്റിയിൽ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കെട്ടിയിടുന്ന AITUCയുടെ പ്രവർത്തനത്തിന് ഒരു മറുപടിയായിരുന്നു CITUവിന്റെ രൂപീകരണം. 1964 ശേഷം പാർട്ടി രൂപീകൃതമായതിനു ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് 1975 ജൂൺ മാസത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതിനെതിരെ പാർട്ടി എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തി. ഇന്ത്യയിലുടനീളം CPIM അംഗങ്ങളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് സഖാക്കളായ AK ഗോപാലൻ, EMS, സീതാറാം യെച്ചൂരി, അതുപോലെ ജ്യോതി ബസു തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ MLA ആയിട്ട് പോലും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. സഖാവ് MA ബേബി അടക്കമുള്ള അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. CPI അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. സഖാവ് രാജനെയും അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജനെയും അദ്ദേഹത്തിന്റെ പിതാവ് ഈശ്വരവാര്യരെയും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി കനത്ത തിരിച്ചടി നേരിട്ടു. അപമാനകരമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ആണ് യഥാർത്ഥ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. 1978 ഏപ്രിലിൽ ആണ് 10ാം പാർട്ടി കോൺഗ്രസ് ജലന്ധറിൽ വെച്ച് ചേരുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ പരാജയത്തിന് ശേഷം അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെന്റ് പിന്തുടരുന്ന നയങ്ങളിലെ ജനവിരുദ്ധത പാർട്ടി കോൺഗ്രസ് വിശദീകരിച്ചു. 1982 വിജയവാഡയിൽ നടന്ന 11ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയിൽ ജനതയെ ഭിന്നിപ്പിക്കുന്നതിന് സാമ്രാജ്യത്വം എങ്ങനെയാണ് RSSനെ ഉപയോഗിക്കുന്നതെന്ന് പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു. 1985 നടന്ന 12ാം പാർട്ടി കോൺഗ്രസിന്റെ സമയത്തായിരുന്നു വിഘടന വാദത്തിനെതിരായി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടത്തിൽ ആസാമിൽ 45 പേർ രക്തസാക്ഷികൾ ആയത്. പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുന്നതിനായി പാർട്ടി എടുത്ത നിലപാടുകളുടെയും ഭീകരവാദത്തിനെതിരായി പാർട്ടി നയിച്ച സമരത്തിന്റെയും പേരിൽ പഞ്ചാബിൽ നിരവധി പാർട്ടി കേഡർമാർ കൊല്ലപ്പെട്ടു. സിഖ് രാഷ്ട്രവാദത്തിനെതിരായി തുറന്ന പ്രചാരണത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് CPIM ആയിരുന്നു. ഇതെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസിന്റെ സവിശേഷമായ ചർച്ചയ്ക്ക് കാരണമായി. സഖാക്കളെ, എല്ലാ പാർട്ടി കോൺഗ്രസുകളെ പറ്റിയും ഞാനിവിടെ വിശദീകരിച്ചു പോകുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSന്റെ വർദ്ധിച്ചു വരാനിടയുള്ള സ്വാധീനം, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത്, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ, അമേരിക്കൻ ഉപരോധത്തിനെതിരെ പൊരുതുന്ന ക്യൂബയോടുള്ള ഐക്യദാർഢ്യം, രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്കെതിരെ ആക്രമണത്തിനും സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നയങ്ങൾക്കെതിരെയുമുള്ള രൂക്ഷ വിമർശനങ്ങൾ, പൊതു മിനിമം പരിപാടിക്കുള്ള പിന്തുണ തുടങ്ങിയവ പലതും പ്രമേയങ്ങളും ചർച്ചകളുമായി പല പാർട്ടി കോൺഗ്രസുകളിലും അവതരിപ്പിക്കപ്പെട്ടു. BJP, RSS സംഘടനകൾ രാജ്യമാകെ വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യം ഇപ്പോൾ തന്നെ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ കളമായി മാറിയിട്ടുണ്ട്. ഈ ഒരു വേളയിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിന് അഭിമാനകരമായിട്ടുള്ള നേതൃത്വമാണ് ഇന്ന് CPIM വഹിക്കുന്നത്, ഇനി വഹിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഖാക്കളെ, കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് തന്നെയാണ്. അത് ഒരു കേവല പങ്കാളിത്തത്തിനപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വഭാവത്തെയും ഉള്ളടക്കത്തെയും ആഴത്തിൽ സ്വാധീനിച്ച ഒന്നാണ് എന്ന് പറയണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സജീവമായ വിപ്ലവധാരയുടെ ചാലകശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിർണായക മുദ്രാവാക്യം ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാനാവാത്തതാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് മൗലാന ഹസ്രത് മൊഹാനി എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തെ എതിർത്തത് മഹാത്മാഗാന്ധി തന്നെയാണ് എന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട്.
കമ്മ്യൂണിസ്റ്റുകാർ ആദ്യകാലത്ത് പ്രധാനമായും സ്വീകരിച്ച രീതി തൊഴിലാളി വർഗ കർഷക പാർട്ടികൾ സംഘടിപ്പിച്ച അവയിലൂടെ പ്രവർത്തിക്കുക എന്നതായിരുന്നു. പ്രവിശ്യാടിസ്ഥാനത്തിലുള്ള പല പാർട്ടികളും ചേർന്നാണ് 1928 ആൾ ഇന്ത്യ പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി PWP നിലവിൽ വന്നത്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇതിൽ അംഗങ്ങളായിരുന്നു. ഗൂഢാലോചന കേസുകളെ പറ്റി ആദ്യമേ വിവരിച്ചതിനാൽ അതിവിടെ ആവർത്തിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1930 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കരട് പ്രവർത്തന പരിപാടി മുന്നോട്ട് വെച്ചു. ബലപ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കുക, എല്ലാ കടങ്ങളും റദ്ദാക്കുക, ബ്രിട്ടീഷ് ബാങ്കുകൾ, ഫാക്ടറികൾ, റെയിൽവേ, തോട്ടങ്ങൾ എന്നിവയെല്ലാം കണ്ടുകെട്ടി ദേശസാൽക്കരിക്കുക, ഭൂപ്രഭുക്കളുടെയും നാട്ടുരാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് മേധാവികളുടെയും സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് ദരിദ്ര കർഷകർക്ക് വിതരണം ചെയ്യുക, 8 മണിക്കൂർ ജോലി സമയം, കൂലി വർധന, തൊഴിലില്ലായ്മ വേതനം എന്നിവയെല്ലാം പ്രവർത്തന പരിപാടിയിൽ മുന്നോട്ട് വെച്ചു. ജാതി വ്യവസ്ഥയും മതപരമായ കബളിപ്പിക്കലും ജനങ്ങളെ അടിമത്തത്തിൽ തളച്ചിടുകയാണ് എന്ന യാഥാർത്ഥ്യവും ഈ പ്രവർത്തന പരിപാടി ചൂണ്ടിക്കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രസംഗങ്ങൾക്കെതിരെ ചക്രവർത്തിയുടെ പ്രജകളായ വിവിധ വർഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുന്നു എന്ന് ആരോപിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചാർത്തി കേസെടുത്തു. കോൺഗ്രസ് പ്രവിശ്യ സർക്കാരുകളുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കർഷകരെ സംഘടിപ്പിക്കാനും അവർക്കിടയിൽ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം വളർത്താനും പ്രവർത്തിച്ചു. 1936 കിസാൻ സഭ രൂപീകരിക്കപ്പെട്ടു. രാജ്യവ്യാപകമായി കർഷക സമരങ്ങൾ ഉയർന്നു വന്നു. 1939 കിസാൻ സഭയുടെ സമ്മേളനം സാമ്രാജ്യത്വ മേധാവിത്വം തൂത്തെറിഞ്ഞ് കിസാൻ മസ്ദൂർ ഭരണം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവനകൾ കാർഷിക പ്രശ്നങ്ങൾ മുഖ്യധാരയിൽ എത്തിച്ചതും വ്യക്തവും ദൃഢവുമായ മതനിരപേക്ഷ നിലപാട് മുന്നോട്ട് വെച്ചതുമാണ്. സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ പ്രസ്ഥാനത്തിനും അതിലൂടെ വികസിച്ചു വന്ന ആധുനിക ഇന്ത്യ എന്ന ആശയത്തിനും നിർണായകമായ സംഭാവനയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നൽകിയത്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഹിന്ദുത്വ ശക്തികളെ ചെറുക്കുന്നതിൽ സമകാലിക ഇന്ത്യയിൽ CPIM-ഉം ഇടതുപക്ഷവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ 1939 പിണറായി സമ്മേളനത്തോടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊള്ളുന്നത്. ഈ സമ്മേളനത്തോടെ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി എന്നാണ് നമുക്ക് കാണാവുന്നത്. P. സുന്ദരയ്യ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കളായിട്ടുള്ള കൃഷ്ണപിള്ള, EMS എന്നിവരെ തുടർച്ചയായി കാണാനും സംസാരിക്കാനും തുടങ്ങി. P. കൃഷ്ണപിള്ള, EMS, K. ദാമോദരൻ, NC ശേഖർ, NE ബാലറാം, PS നമ്പൂതിരി തുടങ്ങി 90ഓളം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കൾ ഈ സമ്മേളനത്തിൽ ഒത്തുകൂടി. പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയ്ക്കിടെ ഉണ്ടായിട്ടുള്ള 2 പ്രധാന സമരങ്ങളാണ് കയ്യൂർ സമരവും പുന്നപ്ര വയലാർ സമരവും. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഓൾ കേരള മലബാർ കർഷക സംഘം എന്നൊരു സംഘടന രൂപം കൊണ്ടു. വർദ്ധിച്ചു വരുന്ന ജന്മികളുടെ പീഡനത്തിനെതിരെ പ്രതികരിക്കാനും അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും സർവോപരി കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. ജന്മിമാർ അവരുടെ കൂട്ടാളികളെയും കൂട്ടി കർഷകർ വിളയിച്ചെടുത്തത് പിടിച്ചെടുക്കാൻ മുതിർന്നു. കർഷകരുടെ എതിർപ്പിനെ പോലീസിന്റെ സഹായത്തോടെ അടിച്ചമർത്തി. അതിശക്തമായ മർദ്ദനമുറകൾക്കെതിരെ പ്രതികരിക്കാൻ കർഷക സംഘം ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. ദൗർഭാഗ്യവശാൽ അതൊരു കലാപത്തിലേക്ക് നയിച്ചു. ഈ കലാപങ്ങൾക്കിടയിൽ ജന്മികളുടെ സഹായിയായ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയും കയ്യൂരും പരിസരത്തുമുള്ള 61ഓളം ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ആക്ഷേപിച്ച് 5 പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ,
പൊതോറ കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്നിവരെയും 1943 മാർച്ച് 29 തൂക്കിലേറ്റി. ജന്മിമാർക്കെതിരെ കർഷക കുടിയാന്മാരുടെയും കയർ ഫാക്ടറികളിൽ ചൂഷണം നേരിട്ട തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ജന്മിമാർ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ സഹായത്തോടെ പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയായിരുന്നു. പ്രതിരോധവുമായി വാരിക്കുന്തങ്ങൾ മാത്രം കയ്യിലേന്തിയ കർഷകർ സായുധ സേനക്കാരോട് പോരാടി ആയിരക്കണക്കിന് തൊഴിലാളികൾ പുന്നപ്ര വയലാറിൽ മരിച്ചു വീണു. പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും പ്രചാരണത്തിലും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് പല കലാപ്രവർത്തനങ്ങളുടെയും പങ്ക് എന്നുകൂടി. ശിഷ്യ കവിതകൾ, നാടകങ്ങൾ എല്ലാം ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുകൂടി ഇവിടെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു പ്രഭാഷണമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊരു എല്ലാം ഈ ഒരു പ്രഭാഷണത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് അവകാശം ഞാൻ പറയുന്നില്ല. എന്നാൽ പരമാവധി കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ അധികം ഒരു നേരത്തെ ഒരു പ്രഭാഷണം കൊണ്ട് തീരാവുന്ന കാര്യങ്ങളല്ല. അത് ഒരു പ്രഭാഷണ പരമ്പരകൾ തന്നെ വേണ്ടിവരും. അങ്ങനെയുള്ള പല സമരങ്ങളും പല സംഭവങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും മറ്റും. സഹാക്കൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ലാൽ സലാം സഹാക്കളെ.